Management of Software Systems, S5 CSE KTU. Now, software process models. So, for the development of software, we have some process models. Some of them are listed below. Classical waterfall model, iterative waterfall model, prototyping model, incremental model, spiral model. The first one is classical waterfall model. The classical waterfall model is easy to understand and the most obvious way to develop a software. It is not a practical model in the sense that it cannot be used in actual software development project. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഏറ്റവും സിമ്പിളും ഈസിയറുമാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ മോഡൽ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഇത് സ്യൂട്ടബിൾ അല്ല. ഒരു തിയററ്റിക്കൽ വേ ഓഫ് ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ ആണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. വാട്ടർഫോൾ മോഡൽ സീക്വൻഷ്യൽ അപ്രോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ സ്മോൾ പ്രൊജക്റ്റിന് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ഇറ്റ്സ് എ പ്ലാൻ ഡ്രിവൺ മോഡൽ. ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായി പറ്റുള്ളൂ. സീക്വൻഷ്യൽ വേ ആണെന്ന് പറഞ്ഞു. ഓരോ ഫേസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസിലേക്ക് പോകും. ഒരു ഫേസിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ഫേസിൻ്റെ ഇൻപുട്ട്. സോ ഇറ്റ്സ് എ പ്ലാൻ ഡ്രിവൺ പ്രോസസ്. That means a process where all the activities are planned first and the process or progress is measured against the plan. നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച പ്ലാനിനനുസരിച്ച് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യുന്നത്. സോ ഈച്ച് ഫേസ്, ഓരോ ഫേസിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസിൻ്റെ ഇൻപുട്ടായിരിക്കും. So, output of one phase fed as input to the next phase. Classical waterfall model phases. First one, requirement analysis and specification. Second one, design. Then coding and testing. Integration and system testing. Maintenance. So, this is the representation of all the phase. That is feasibility study, requirement analysis and specification, design, coding and unit testing, integration and system testing, then last phase is maintenance. First one, feasibility study. First of all, ഒരു കസ്റ്റമർ നമ്മൾ വന്ന്, അതായത് ഒരു ഓർഗനൈസേഷൻ വന്ന് അവരുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഓർഗനൈസേഷനെ അവർ സമീപിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അവർ സബ്മിറ്റ് ചെയ്ത പ്രപ്പോസൽ ഓർഗനൈസേഷന് ഫീസിബിൾ ആണോ, ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. ഇഫ് ദാറ്റ് പ്രോജക്റ്റ് ഈസ് വിത്തിൻ ദ ബഡ്ജറ്റ്, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫിനാൻഷ്യലി ഫീസിബിൾ. ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി മീൻസ് determine whether there is any technical constraint for developing the project. നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ടോ, സോഫ്റ്റ്വെയർസ് ഉണ്ടോ, ടെക്നിക്കലി എന്ത് സപ്പോർട്ടിനുമുള്ള സാഹചര്യങ്ങളുണ്ടോ. സോ ഫിനാൻഷ്യലി ആൻഡ് ടെക്നിക്കലി പ്രൊജക്റ്റ് ഈസ് പോസിബിൾ. ദെൻ കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഫീസിബിലിറ്റിയും ആയിട്ടുണ്ടാവും. സോ വി ക്യാൻ കോൺട്രാക്ട് വിത്ത് ദ കസ്റ്റമർ. അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതും ആ പ്രൊഡക്റ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ സ്വീകരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫേസ് ഈസ് റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഫീസിബിലിറ്റി നടത്തി കഴിഞ്ഞ് ആ ഓർഗനൈസേഷനും അവരുടെ ക്ലയൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. സോ നെക്സ്റ്റ് ഫേസ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. എന്താണ് കസ്റ്റമറിൻ്റെ കറക്റ്റ് റിക്വയർമെൻറ്റ്, അതാണ് ഈ ഫേസിൻ്റെ എയിം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം ഓഫ് ദിസ് ഫേസ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമർ, ദെൻ ഡോക്യുമെൻറ്റ് ദ റിക്വയർമെൻറ്റ്സ് പ്രോപ്പർലി. സോ ഇൻ ദിസ് ഫേസ് ദർ ആർ 2 ആക്ടിവിറ്റീസ്: റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ്, ദെൻ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. What is requirement gathering?
കളക്ട് ഓൾ ദ റിലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ കസ്റ്റമർ. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വി വിൽ എൻക്വയർ അബൌട്ട് ഓൾ ദ തിങ്സ് നെസസറി ഫോർ ദം. അങ്ങനെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫസ്റ്റ് ഫേസിൽ നമ്മൾ മനസ്സിലാക്കും. സോ ദിസ് ഈസ് ഡൺ ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് നടത്തുന്നത്. ദെൻ ദ ഫേസ് ഈസ് റിക്വയർമെൻറ്റ് അനാലിസിസ്. റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എല്ലാ റിക്വയർമെൻറ്റും ചിലപ്പോൾ അതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവാം, ആംബിഗ്യൂറ്റീസ് ഉണ്ടാവാം. സോ ദ എയിം ഓഫ് റിക്വയർമെൻറ്റ് അനാലിസിസ് ഇസ് ടു റിമൂവ് ഓൾ ദ ആംബിഗ്യൂറ്റീസ്, contradiction in the gathered requirements. So to resolve all the ambiguities and contradictions, we are doing requirement analysis. So first of all, we gathered all the requirements, then analysis is done, then we need to prepare SRS, that is software requirement specification. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ആ റിക്വയർമെൻറ്റ്സ് മൊത്തം മനസ്സിലാക്കി നമ്മൾ അതിനെ ഒരു ഡോക്യുമെൻ്റാക്കി മാറ്റണം. ദർ ആർ 2 types ഓഫ് റിക്വയർമെൻറ്റ്സ്, ദാറ്റ് ഈസ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ട് തന്നെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാ റിക്വയർമെൻറ്റ്സും റെഡിയായി, SRS റെഡി ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ്. ട്രാൻസ്ഫോം ദ റിക്വയർമെൻറ്റ് സ്പെസിഫൈഡ് ഇൻ SRS ഡോക്യുമെൻറ്റ് ഇൻ ടു എ സ്ട്രക്ചർ. അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി പാർട്ടീഷൻസ് ദ റിക്വയർമെൻറ്റ്സ് ഇൻ ടു ഐദർ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ സിസ്റ്റം, ദെൻ എസ്റ്റാബ്ലിഷസ് ആൻ ഓവറോൾ സിസ്റ്റം ആർക്കിടെക്ചർ, ദെൻ ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്ക്രൈബിംഗ് ഫണ്ടമെൻ്റൽ സോഫ്റ്റ്വെയർ സിസ്റ്റം അബ്സ്ട്രാക്ഷൻ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ SRS വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയ എല്ലാ റിക്വയർമെൻറ്റ്സും ഡിസൈൻ ടീമിന് കൊടുക്കും. ഡിസൈൻ ടീം പ്രോപ്പറായിട്ട് അതിനെ സോഫ്റ്റ്വെയർ ഡിസൈനിങ് നടത്തും. സോ ആഫ്റ്റർ ഡിസൈൻ ദ ഫേസ് ഈസ് കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ആ ഡിസൈനെ കോഡ് ഉപയോഗിച്ച് നമ്മുടെ ഒറിജിനൽ സോഫ്റ്റ്വെയർ സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുക, അതാണ് കോഡിങ്ങിലൂടെ നടക്കുന്നത്. സോ coders will transform the design into the desired software product. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആയിട്ട് തിരിക്കും. ഈ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് പലർക്കായിട്ട് കൊടുത്ത് ആ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് കോഡ് ചെയ്യും. സോ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ഓരോ യൂണിറ്റായിട്ടാണ് നമ്മുടെ കോഡിങ് നടക്കുന്നത്. സോ each and every module first tested for errors. അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. സോ കോഡിംഗ് മീൻസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് റിയലൈസ്ഡ് ആസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഓർ പ്രോഗ്രാം യൂണിറ്റ്സ്. സോ ട്രാൻസ്ലേഷൻ ഫ്രം ഡിസൈൻ ടു സോഴ്സ് കോഡ്. ദെൻ യൂണിറ്റ് ടെസ്റ്റിംഗ്. Different units are there, then we will check the errors, that is unit testing. Then integration and system testing. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു ടീം ഉണ്ടായിരിക്കും. ആ ടീമിലെ മെമ്പേഴ്സിന് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കും. ഓരോ യൂണിറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് നടക്കും. യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തി എറർ ഫ്രീ ആയിട്ടുള്ള ഓരോ യൂണിറ്റും ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഈസ് അണ്ടർടേക്കൺ once they have been coded and unit tested. After coding and unit testing, integration is taking place. So during the integration and system testing phase, the modules are integrated in a planned manner. So ഒരു ഇൻക്രിമെൻ്റലി ആയിട്ട് നമ്മുടെ യൂണിറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. Then during each integration step, the partially integrated system is tested and the set of previously planned modules are added to it. Then finally, when all the modules have been successfully integrated and tested, the system testing is carried out. So the whole system is now in our hand. So we do the system testing. The goal of system testing is to ensure that the developed system
conforms to its requirements laid out in the SRS document. നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി, സെക്കൻഡ് ഫേസിൽ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തിയതിന് ശേഷം SRS പ്രിപ്പയർ ചെയ്തു. ദാറ്റ് SRS ആണ് ഡിസൈനിൻ്റെ ഇൻപുട്ട്. സോ ആ SRS ഡോക്യുമെൻറ്റിനനുസരിച്ച് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചാണോ നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സിസ്റ്റം ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. So system testing usually consists of 3 different kinds of testing activities. So these 3 activities are alpha testing, beta testing and acceptance testing. Then what is alpha testing? It is the system testing performed by the development team. Development team തന്നെ അവരുടെ സോഫ്റ്റ്വെയർ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആൽഫ ടെസ്റ്റിങ്ങിലൂടെ. ബീറ്റ ടെസ്റ്റിംഗ് മീൻസ് it is the system testing performed by a friendly set of customers. ഒരു ഫ്രണ്ട്ലി സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ബീറ്റ ടെസ്റ്റിംഗ്. ദെൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ടെസ്റ്റിംഗ് പെർഫോംഡ് ബൈ ദ കസ്റ്റമർ ഹിംസെൽഫ് ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഡെലിവറി ടു ദ ഡിസൈഡഡ് ക്ലയൻറ്റ്. അപ്പോൾ ആർക്കാണോ ഡെവലപ്പ് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. Then the phase is maintenance. Maintenance means നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്മാച്ചസ് വരാം. സോ വി നീഡ് ടു പ്രൊവൈഡ് ദ മെയിൻ്റനൻസ് ഓൾസോ. ഈ മെയിൻ്റനൻസ് ആണ് ലോങ്ങസ്റ്റ് ലൈഫ് സൈക്കിൾ ഫേസ്. System is installed and put into practical use. After that, this maintenance will come. So, maintenance involves performing any one or more of the following 3 kinds of activities. That is, correcting errors, improving the implementation. So, 3 kinds of maintenance are there. Corrective maintenance, perfective maintenance, and adaptive maintenance. What is corrective maintenance? For correcting errors that were not discovered during the product development phase. This is called corrective maintenance. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാത്ത കുറച്ച് എറേഴ്സ് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് കറക്റ്റിംഗ് എറേഴ്സ്. ദാറ്റ് ഈസ് കറക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. So to enhance the functionality or improving the implementation, we are using പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. ചില യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചില യൂണിറ്റ്സിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ചില അഡീഷണൽ ഫങ്ഷണാലിറ്റി ഉണ്ടായിരിക്കാം. ടു ആഡ് ഓൾ ദോസ് തിങ്സ് വി ആർ യൂസിങ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ക്ലയൻറ്റ് സൈഡിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് നമ്മളത് ആ സോഫ്റ്റ്വെയറിനെ മാറ്റുമ്പോൾ പോർട്ടിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ porting the software to work in a new environment is called adaptive maintenance. So one example is here. Porting may be required to get the software to work on a new computer platform or with a new operating system. That is adaptive maintenance. Okay, so these are the phases of classical waterfall model. Thank you.